ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഈ കഴിഞ്ഞ 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹം എത്ര സ്ഥലത്താണ് അദ്ദേഹം പ്രസംഗിച്ചത്? അദ്ദേഹം പ്രസംഗിച്ചതിൽ ഒരു ഒരു 130-ലധികം യോഗങ്ങളിൽ അദ്ദേഹം പ്രസംഗിച്ചു അല്ലേ? വേണമെങ്കിൽ ആ കണക്ക് ഉണ്ടാവാൻ എല്ലാ സാധ്യതയും ഉണ്ടാവും. അപ്പോൾ അദ്ദേഹം പ്രസംഗിച്ചതിൽ മിക്കവാറും എല്ലായിടത്തും ഒരു 10-11 സ്ഥലം ഒഴികെ ബാക്കി എല്ലായിടത്തും അദ്ദേഹം ഇന്ത്യയിലെ ഒരു പ്രത്യേക മതവിഭാഗത്തെ കടന്നുകയറ്റക്കാർ, ആക്രമണകാരികൾ, അവർ ആരാധനാലയങ്ങൾ, നമ്മുടെ ആരാധനാലയങ്ങൾ തകർത്തവർ നമ്മുടെ എന്ന് ആരെയാണ് ചൂണ്ടിപ്പറയുന്നത്? തീരുന്നില്ല. ഇവിടെ ഈ വംശീയമായ വിദ്വേഷം പടർത്തുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ അദ്ദേഹം നടത്തി. ഇതിനെ സംബന്ധിച്ച് അന്ന് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുത്തു രേഖാമൂലം. ഒരു 3-4 കാര്യങ്ങൾ അതിൽ പറയാം. മെയ് മാസം 14-ാം തീയതി ജാർഖണ്ഡിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞതിനെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മിണ്ടിയില്ല, അനങ്ങിയില്ല, ഒന്നും ചെയ്തില്ല. മെയ് മാസം 17-ാം തീയതി ബാരാബങ്കി, ഉത്തർപ്രദേശിൽ അദ്ദേഹം തന്നെ മത്സരിക്കുന്ന വാരണാസിയിൽ, ഉത്തർപ്രദേശിൽ ഇപ്പോൾ ബാരാബങ്കിയിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു പ്രസംഗം നടത്തി. അതും വംശീയ വിദ്വേഷം. അതിനു മുമ്പ് മെയ് മാസം 7-ാം തീയതി അദ്ദേഹം മധ്യപ്രദേശിലെ ധാറിൽ വെച്ചിട്ട് അദ്ദേഹം അത്തരത്തിലൊരു വംശീയ വിദ്വേഷം, സാമുദായികമായ വോട്ട് ധ്രുവീകരിക്കുന്ന നിലയിലേക്കുള്ള അത്തരം ഒരു പ്രവർത്തനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ആ പ്രസംഗമുണ്ടായി. ചെറിയ ആളിൽ നിന്നൊന്നുമല്ല, ലോകത്തിലെ ഏറ്റവും വലിയ ബഹുകക്ഷി ജനാധിപത്യ വ്യവസ്ഥയിലെ പ്രധാനമന്ത്രിയായിരിക്കുന്ന ആ മനുഷ്യൻ ലോകത്തിലെ ഏറ്റവും കൂടുതൽ വോട്ടർമാരെ അഭിസംബോധന ചെയ്യുമ്പോഴാണ് 173 തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലാണ് ശ്രീ മോദി പങ്കെടുത്തത്. അങ്ങനെ അദ്ദേഹം മാർച്ച് 16-ാം തീയതി മുതൽ 173 യോഗങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തതിൽ ഇത്തരത്തിൽ ഇസ്ലാമോഫോബിയ എന്ന് നമ്മൾ വിവക്ഷിക്കുന്ന നിലയിലേക്ക് തീവ്രമായ അത്തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെതായ ആരോപണങ്ങൾ, അത്തരത്തിൽ വംശീയ വെറി വമിപ്പിക്കുന്നതായിട്ടുള്ള പ്രസംഗം 110 എണ്ണമാണ്. ഈ നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ത് ചെയ്തു? ഓടും കുതിര, ചാടും കുതിര, വെള്ളം കണ്ടാൽ നിൽക്കും കുതിര. അതായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 2025 മെയ് മാസം 10-ാം തീയതി CPIM-ൻ്റെ പൊളിറ്റ് ബ്യൂറോയ്ക്ക് വേണ്ടി സഖാവ് MA ബേബി ജനറൽ സെക്രട്ടറിയും സഖാവ് നിലോൽപോൾ ബാസുവും ചേർന്ന് 12 കാര്യങ്ങൾ അക്കമിട്ട് നിരത്തിയ വിശദമായിട്ട് 12 അധ്യായം എന്ന് വേണമെങ്കിൽ പറയാം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിദേശ പ്രസംഗത്തിന്റെ എണ്ണമൊക്കെ ഇട്ട് പറഞ്ഞപ്പോൾ അങ്ങ് പറയാതെ പോയൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ശ്രീ സമ്പത്ത്, ഈ പരാതികൾ വന്നപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതികരിച്ച വിധത്തിലെ പക്ഷപാതവും അതും അങ്ങയുടെ ഓർമ്മയിലുണ്ടാകും. നഡ്ഡയ്ക്കാണ് കത്ത് പോകുന്നത് എന്ന് വെച്ചാൽ അവിടെ മോദിക്കെതിരെയുള്ള അടക്കം പരാതികൾ വരുമ്പോൾ മോദിയല്ല ഉത്തരവാദി, പാർട്ടി അധ്യക്ഷൻ, പാർട്ടി മറുപടി പറയണം. അങ്ങനെയല്ലല്ലോ രാഹുലിനും ഖാർഗെയ്ക്കും കത്ത് കിട്ടിയത്. അതവർക്ക് വ്യക്തിപരമായി തന്നെയാണ് കിട്ടിയത്. അതിൻ്റെ ഉത്തരവാദിത്തം വ്യക്തിപരമായ തലത്തിൽ തന്നെ നിശ്ചയിച്ചുകൊണ്ടായിരുന്നു. അപ്പോൾ എല്ലാം തീരുമാനിക്കുന്നത് ഇലക്ഷൻ കമ്മീഷനാണ്. ഈ പറയുന്ന തെളിവെടുക്കുന്നത്, പരാതി ഉണ്ടാക്കുന്നത്, വിധി പറയുന്നത്, കുറ്റക്കാരനെ ശിക്ഷിക്കുന്നത് ഒക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ശ്രീ സമ്പത്ത് അത് മറക്കരുത്. ശ്രീ സമ്പത്ത്, ഒരു കാര്യം കൂടെ ആഡ് ചെയ്തോട്ടെ. ആ ബെൻസ്വാരയിലെ സ്പീച്ചിൽ വലതുപക്ഷ മാധ്യമങ്ങൾ അടക്കം വിമർശിച്ചിരുന്നു. അതായത് ബെൻസ്വാരയിലെ ഹിന്ദു സ്ത്രീകളുടെ താലിമാല അവർക്കെടുത്തു കൊടുക്കുമെന്ന് പറഞ്ഞതിന് ഞാൻ ഒരുപാട് പേർ, വലതുപക്ഷത്ത് നിൽക്കുന്ന ഒരുപാട് പേർ പ്രധാനമന്ത്രിയിൽ നിന്ന് അങ്ങനെ ഒരു സ്ഥാനം വന്നൂടാ എന്ന് പറഞ്ഞ് മുഖ്യധാരാ മാധ്യമങ്ങളടക്കം വിമർശിച്ചിരുന്നു.